അയ്യാ വണക്കം, ഹലോ ഗൈസ്, ഞാൻ പെട്ടു ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഞ്ജു ആക്രി, സഞ്ജു ടെക്കി. സംഭവം വേറെ ഒന്നുമില്ല, അടിച്ചു കിട്ടി. അത് തന്നെയാണ് സംഭവം എന്ന് പറയുന്നത്. എടാ ചിരിക്കടാ, ചിരിക്കടാ. ഇപ്പം നീ മറ്റേ ലിയോയില ബഡസുമാ ആ പാട്ട് ഇട്ടുകൊണ്ട് ഇറങ്ങി നടക്കടാ, കാണട്ടെ, അണ്ണ ഒന്ന് കാണട്ടെ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ സഞ്ജു ടെക്കി എന്ന് പറയുന്ന പൊതുശല്യമായിട്ടുള്ളൊരു വ്ളോഗറുണ്ട് നമ്മുടെ യൂട്യൂബിൽ. ഈ വ്ളോഗറുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ഇവന് വേറൊരു പണിയില്ല, അവന് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാണ് പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇവൻ്റെ വണ്ടിക്കകത്ത് പൈസ ഉള്ളതുകൊണ്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുന്നതാണ്. വണ്ടിക്കകത്ത് ഇവൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി, വണ്ടിക്കകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. ആ സ്വിമ്മിംഗ് പൂളും കൊണ്ട് ഇവൻ നാട് കണ്ടാനായിട്ട് ഇറങ്ങി. അങ്ങനെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി നാട് കണ്ടാനായിട്ട് വെളിയിറങ്ങിയപ്പോൾ ഈ വണ്ടിക്കകത്തുള്ള എയർ ബാഗ് പൊട്ടി സ്വിമ്മിംഗ് പൂൾ മൊത്തം ഒലിച്ച് വണ്ടിക്കകത്ത് നിന്ന് താഴോട്ട് പോയി. അപ്പോൾ ഇവൻ വണ്ടിയിലെ കതക് തുറന്നിട്ട് സ്വിമ്മിംഗ് പൂളിനകത്ത് കെട്ടിവെച്ചിരുന്ന വെള്ളമെല്ലാം കൂടെ റോഡിനകത്തോട്ട് അങ്ങ് ഒലിപ്പിച്ച് വിട്ട്. അങ്ങനെ ഒലിപ്പിച്ച് വിട്ടപ്പോൾ അവിടെ നീറ്റ് എഴുതാൻ നിൽക്കുന്ന, പരീക്ഷ എഴുതാൻ നിൽക്കുന്ന പിള്ളേരും അവർ ഇവിടെയൊക്കെ ഉണ്ടായാലും അവിടെ യൂണിഫോമിലും മറ്റുമൊക്കെ തെറുക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് MVD ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇവനെ നേരിട്ട് വിളിപ്പിച്ചു. ഇവനെ നേരിട്ട് വിളിപ്പിച്ചപ്പോൾ ഇവൻ മറ്റേ വലിയ കാര്യത്തിൽ ഇൻഷർട്ടൊക്കെ ചെയ്ത് അസിങ്കയ്യറങ്ങുന്ന കാട്ടുക്ക് വിരുന്ന് ഇവൻ വേട്ടയ്ക്ക് സെതറനും ഭയന്ത്. അതുവരെ അവൻ വണ്ടിയിൽ വരുമ്പോൾ ഉള്ള പാട്ടായിരുന്നു. MVD ഓഫീസിലെത്തി പടി കയറുമ്പം എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇട്ട് ഇവൻ നേരെ MVD ഓഫീസിലേക്ക് മന്ദം നടന്നു കയറി. ഇവൻ മറ്റേ വിജയ് സ്റ്റൈലില് അയ്യാ ഞാൻ പേര് ജീവാനന്ദം എന്ന് പറഞ്ഞ രീതിയിൽ നിന്ന് ഇത് കണ്ടപ്പോൾ കോടതിക്ക് പിടിച്ചില്ല. കോടതി പറഞ്ഞു, ഡേയ് കേട്ടാവളിയാ, ഡേയ് നിങ്ങളൊരു കാര്യം ചെയ്യും, അതായത് MVD ഒരു കാര്യം ചെയ്യും, ഇവൻ്റെ സാവര ജംഗമ വസ്തുക്കൾ എടുത്തുകൊണ്ട് കോടതി കൊണ്ടുപോവാ. ഇനി ഈ കേസ് MVD നോക്കണ്ട, ഇനി ഈ കേസ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആലപ്പുഴ കോടതിയിലേക്ക് ഈ കേസ് മൊത്തത്തിൽ എടുത്ത് മാറ്റിയത്. ആ സമയം ഏത് നിമിഷമാണോ എന്തോ കോടതിക്ക് ഇത് ചെയ്യാൻ തോന്നിയത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സകല ജനങ്ങളും കോടതിക്ക് വലിയൊരു സല്യൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊണ്ടുവന്ന ശേഷം പിന്നെ നടന്നത്, ഇവൻ വിചാരിച്ച് ഇതൊരു പെറ്റി കേസിൽ ഒതുങ്ങുന്നു. പക്ഷേ ഇതൊരു പെറ്റി കേസിൽ ഒതുങ്ങിയില്ല. കോടതി നേരിട്ട് ഇടപെട്ട് ഇവൻ്റെ കേസ് കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിൽ മന്ത്രി ഗണേഷ് കുമാർ ഇടപെട്ട് ഇവന് കിട്ടാവുന്നതിൽ വെച്ച് മാക്സിമം പണിഷ്മെൻറ്റ്. ആ മാക്സിമം പണിഷ്മെൻറ്റ് എന്താണെന്ന് അറിയാമോ? ആജീവനാന്തം ഇവൻ്റെ ലൈസൻസ് കട്ട് ചെയ്ത് കളയും. അതായത് ഇനി ഒരിക്കലും ഈ വേട്ടാവളിയെ റോഡിൽ ഇറങ്ങി വണ്ടി ഓടിക്കരുത്. നീ എങ്ങാനും റോഡിൽ ഇറങ്ങി വണ്ടി ഓടിച്ച വേട്ടാവളിയെ നിന്റെ കാലിൻ്റെ കെണ്ട അടിച്ചോടിക്കും എന്നാണ് MVD പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പുറകെ കോടതിയും പറഞ്ഞിരിക്കുന്നത്, മോൻ ഇനി അധികകാലം വണ്ടി ഓടിക്കണ്ട, മോൻ ഇനി വണ്ടി ഓടിക്കുന്നെങ്കിലും 20 കിലോമീറ്റർ സ്പീഡിൽ താഴെ ഓടിച്ചാൽ മതി. പിന്നെ എന്തിനാണ് സാർ തൂക്കിയിട്ട് നടക്കാനാണോ തോക്ക് എന്നാണ് MVDയോടും കോടതിയോടും സഞ്ജു ടെക്കി ഇപ്പം കരിഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറക്കണമെങ്കിൽ ഞങ്ങളുടെ കത്ത് വേണം. അതായത് നീ വണ്ടി ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തിറക്കണമെങ്കിൽ, ഇപ്പം നിന്റെ വീട്ടിൽ ആര് ജാവാൻ കടന്നാലും നീ MVD ഓഫീസിൽ വരണം, അപേക്ഷ തരണം, ആ അപേക്ഷ ഞങ്ങൾ പാസ്സാക്കണം. പാസ്സാക്കിയത് ഒരു കാര്യം ചെയ്യാം, കൊറിയർ വഴി ഒന്നും അയക്കാൻ പറ്റില്ല, നമ്മളൊരു കാര്യം ചെയ്യാം, പോസ്റ്റ് കാർഡ് വഴി അയക്കാം. അതപ്പോൾ ഇന്ന് അയക്കുമ്പോൾ മറ്റന്നാൾ കിട്ടും. അങ്ങനെ ഒരു രീതിയിൽ അയക്കാം. അപ്പുറം ഇപ്പുറമാണ് MVD ഓഫീസും വീടുമെങ്കിലും നമ്മൾ പോസ്റ്റിൽ അയക്കാം. അതാകുമ്പോൾ നിനക്ക് അപ്പം കിട്ടും. അങ്ങനെ ഇന്ന് നീ അപേക്ഷ തന്നാൽ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നിനക്ക് വണ്ടി വീട്ടിൽ നിന്ന് വെളി ഇറക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഞങ്ങൾ ആക്കിത്തരാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പോരാത്തതിന് മെഡിക്കൽ കോളേജിൽ ഇവൻ സേവനം ചെയ്യാൻ പോകണം. ഗണേഷ് കുമാർ പറഞ്ഞ് ഇവനെ ഒന്നും മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യാൻ പറ്റില്ല. ഇവനെ മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യാൻ വിട്ടാൽ നാണം കെട്ടവൻ്റെ ആസനത്തിൽ ആല് കളിച്ചാൽ അതും തണലാക്കുമെന്ന് പറയുന്ന വേട്ടാവളിയാണ് ഇവൻ അവിടെ പോയിട്ട് രോഗികളെ ബുദ്ധിമുട്ടിക്കും. അവിടെ നിന്ന് ഗായ്സ് നോക്കൂ, അമ്മച്ചിയുടെ കാലൊടിഞ്ഞ് കിടക്കുന്ന ഗായ്സ്, ഈ കാലൊടിഞ്ഞ് കിടക്കുന്ന കാലിൽ ഞാൻ കയറി ഊഞ്ഞാലാടട്ടെ ഗായ്സ് എന്നൊക്കെ ഇവൻ പറഞ്ഞു കളയും ചിലപ്പം. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ഇവനെ കൊണ്ടുവിടണമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. പക്ഷേ കോടതി പറഞ്ഞു അങ്ങനെയല്ല, ഇവനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവിടണം. അവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്ന കക്കൂസ് ഇവനെ കൊണ്ട് കഴിപ്പിക്കണം. കക്കൂസ് ഇവൻ ഒറ്റയ്ക്ക് കഴിവണം, കൂടെ ആരുമില്ല, ഒറ്റയ്ക്ക് കഴിവണം കക്കൂസ്. അതെങ്ങാനും ഗായ്സ് ഞാൻ കക്കൂസ് കഴിവുകയാണ് ഗായ്സ് എന്ന് പറഞ്ഞ് ഇവൻ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ തുനിഞ്ഞ, അറിയാലോ മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ഗാർഡുകൾ, ഞാൻ ഒന്ന് കണ്ണടച്ചേക്കാം, ഇവൻ്റെ പെട്ടി അടിച്ച് പൊട്ടിച്ചേരെ എന്നുള്ള നിർദ്ദേശം കൂടെ കോടതി കൊടുക്കണമായിരുന്നു. പക്ഷേ എന്തായിരുന്നാലും ഇവൻ കക്കൂസ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മെഡിക്കൽ കോളേജിൽ എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവ സേവനം, അതാണ് ഭാഷ, സേവനമാണ് സേവനത്തിലാണ് എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവനൊരു യൂട്യൂബുണ്ട്. ആ യൂട്യൂബും കൂടെ ഒന്ന് പൂട്ടിച്ചു തന്നാൽ, കാരണം യൂട്യൂബ് നടത്തുന്ന ഒരു തെറ്റൊന്നുമല്ല, യൂട്യൂബ് നടത്താൻ മാന്യമായ രീതിയിൽ എത്രയോ ആൾക്കാർ നടത്തുന്നുണ്ട്. നമ്മുടെ സുജിത് ഭക്തൻ നടത്തുന്നുണ്ട്, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ്. സന്തോഷ് ജോർജ് കുളങ്ങര നടത്തുന്നുണ്ട്, യൂട്യൂബ് നടത്തുന്നുണ്ട്, വേറെ എത്ര പല ആൾക്കാർ നടത്തുന്നുണ്ട്. നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ, അപ്പം നമ്മളിന്ന് നടത്താൻ പോകുന്നത് ആട് നിർത്തിപ്പൊച്ചത് എന്ന് പറഞ്ഞാൽ ഫിറോസ് ചുട്ടിപ്പാറ നടത്തുന്നുണ്ട്. വേറെ എത്രയോ പേര്, ഷസാം നടത്തുന്നുണ്ട്, അശ്വന്ത് കോക്ക് യൂട്യൂബ് നടത്തുന്നുണ്ട്. അശ്വന്ത് കോക്കിനൊരു പൊതുശല്യമായിട്ട്
പല പ്രൊഡ്യൂസർമാരും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വലിയൊരു ആശ്വാസമാണ് അശ്വന്ത് കോക്കിൻ്റെ യൂട്യൂബ് എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മുടെ ജനങ്ങൾക്ക് ഏതെങ്കിലും സിനിമ ഇറങ്ങി അപ്പം റിവ്യൂ ചൂടപ്പം പോലെ അറിയാനായിട്ട് പറ്റും. അത് വേറൊരു കാര്യം. അങ്ങനെ പല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. പക്ഷേ ഇവൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ സാധാരണ യൂട്യൂബ് ചാനലല്ല. ഇവൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ രാവിലെ കമ്പും കിണാച്ചിയായിട്ട് ഇറങ്ങും. എന്നിട്ട് ഇവൻ്റെ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമ്മളിതാ KCB ലൈനിൽ ഊഞ്ഞാലാടാൻ പോവുകയാണ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞാണ് ഇവൻ യൂട്യൂബ് ചാനൽ എടുക്കുന്നത്. ഇവനൊരു പ്രണയം ഉണ്ടായിരുന്നെന്ന് പറയുന്നു. ആ പ്രണയം പൊളിഞ്ഞു പോയി ഗായ്സ് എന്ന് പറഞ്ഞ് ഇവൻ തന്നെ യൂട്യൂബ് ചാനലിലൂടെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നു. അങ്ങനെ പൈസ കൂടിയതിൻ്റെ ആ ഒരു എല്ലിൻ്റെ ഇടയിൽ കുത്തൽ കോടതി മൊത്തത്തിൽ അങ്ങ് മാറ്റിക്കൊടുത്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി അടുത്തൊരു നടപടി ഇതാണ് കോടതിയുടെ ഭാഗത്തു നിന്നും അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് MVDക്കുള്ള അടിയാണ്. MVDയോട് കോടതി പറഞ്ഞിട്ടുണ്ട്, വാഹനത്തിൽ ആരെങ്കിലും രൂപമാറ്റം വരുത്തിയാൽ അവനൊരു വ്ളോഗറാണെങ്കിൽ അവനെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണം. അവനെതിരെ ആദ്യം നടപടി എടുത്തിട്ട് മതി ബാക്കിയുള്ള ആൾക്കാർക്ക് നടപടി എടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് കോടതി പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം, ആ വ്ളോഗർമാർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇവന്മാർക്കൊരു കുഴപ്പമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു MVDക്കാരൻ വന്ന് എന്താടാ ഇങ്ങനെ രൂപമാറ്റം വരുത്തി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ ഉടനെ ഫോൺ ഓണാക്കും, എന്നിട്ട് കൈക്കൂലി ചോദിക്കുന്നേ എന്ന് പറഞ്ഞ് വലിയ വീഡിയോ എടുത്തു കളയും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഏവനെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങളൊന്നും ചെയ്യരുത്, നിങ്ങൾ നേരെ കോടതിയിലേക്ക് വരണം, നിങ്ങളത് എന്നെ അറിയിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രൊവിഷൻ കൂടെ കോടതി MVDക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ഈ ഒരൊറ്റ വേട്ടാവളിയം കാരണം എത്ര വ്ളോഗർമാരുടെ ജീവിതമാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്, അല്ലെങ്കിൽ തുലാസിലാകുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ. അപ്പോൾ MVDക്ക് നേരെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കോടതി എന്ന് പറയുന്നത്, വാഹനത്തിന് രൂപമാറ്റം നടത്തിയത് ചിത്രീകരിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്ത് നിയമലംഘന വീഡിയോകൾ നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള വിഷയത്തിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. കാറിനുള്ളിൽ നീന്തൽക്കുളം ഒരുക്കിയ സഞ്ജു ടെക്കി അടക്കമുള്ള വിഷയങ്ങളാണ് കോടതി പരിഗണിച്ചത്. വാഹനങ്ങളുടെ രൂപമാറ്റം അടക്കമുള്ള വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് 2022 മുതൽ നിരന്തരം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പരാജയപ്പെടുകയാണെന്ന് കോടതി വിമർശിച്ചു. ഇക്കാര്യത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നേരിട്ട് ഹാജരായി വിശദീകരിക്കാൻ തയ്യാറാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് സ്പെഷ്യൽ GPP സന്തോഷ് കുമാർ അറിയിച്ചു. നിലവിൽ നൽകിയ റിപ്പോർട്ട് പരിശോധിച്ച് ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സഞ്ജു ടെക്കിയെ പോലെ ഒരു 2 വേട്ടാവളിയന്മാരുണ്ട്, ഈ ബുൾജെറ്റ് എന്ന് പറഞ്ഞു. അവന്മാരാണെങ്കിൽ MVD ഓഫീസിനകത്ത് കയറിയാണ് ബഹളം ഉണ്ടാക്കിയത്. ഇവന്മാരുടെ ഒരു വണ്ടിയുണ്ട് നെപ്പോളിയൻ എന്ന് പറയും. മാനമര്യാദയ്ക്ക് നല്ല വ്യൂസും റീച്ചൊക്കെ ഉള്ള കൂട്ടരായിരുന്നു. പക്ഷേ MVDക്ക് അത് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അവന്മാർ കയറി ഒരു ഷോ കാണിച്ചു. ഇപ്പം 1 മണിക്കൂറിൽ 1 മില്യൺ ഓടിക്കൊണ്ടിരുന്ന ചാനലാണ് ഇപ്പോൾ 1 മണിക്കൂറിൽ 1 ലക്ഷം ഓടിയാലായി. ഈ കൊച്ചു പാൽക്കുപ്പി പിള്ളേരായിരുന്നു ഇവന്മാരുടെ ഭയങ്കര റീച്ച് കൂട്ടിക്കൊടുക്കുന്ന ടീം എന്ന് പറയുന്നത്. ഇവന്മാരെ MVD പോലീസ് ഇടിച്ച് നൂത്തപ്പോൾ ഈ പിള്ളേരൊക്കെ ആണെങ്കിൽ കത്തിയെടുത്ത് കഴുത്തി വെച്ചുകൊണ്ട്, അമ്മയാണ് തന്നെ കത്തിയെടുത്ത് കഴുത്തി വെച്ചുകൊണ്ട് ആ സമയത്ത് പറയണ കാണും, ഓ ഗായ്സ് ഞാൻ ഇപ്പോൾ കെട്ടി തൂങ്ങിച്ചാവും ഗായ്സ്, എനിക്ക് സഹിക്കാൻ വയ്യ ഗായ്സ്, എൻ്റെ ഈ ബുൾജെറ്റിനെ കൊണ്ടുപോയി ഗായ്സ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇതുപോലുള്ള പാൽക്കുപ്പികളെയൊക്കെ നല്ല കിഴുക്ക് കൊടുത്ത് ഇരുത്ത അച്ഛനും അമ്മയും ഇല്ലേ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ നാട് എങ്ങോട്ടാണ് ഈ പോകുന്നത്? അതായത് ഈ വേട്ടാവളിയന്മാർക്കൊക്കെ വേണ്ടി വാദിക്കാനാണ് അവരുടെ ആ ഒരു പാരലൽ വേൾഡിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകുന്നു. ദിസ് ഈസ് സംതിങ് ഡേഞ്ചറസ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണോ എടുക്കാം. അങ്ങനെ ഈ ബുൾജെറ്റ് അവിടെ പണ്ടാരം അടങ്ങിപ്പോയി. ഈ ബുൾജെറ്റ് അങ്ങനെ പണ്ടാരം അടങ്ങിപ്പോയി അവിടെ റീച്ച് ഇടിഞ്ഞു. മാനം മര്യാദയ്ക്ക് പൈസയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ടീമാണ്. അതേ കളത്തിലേക്കാണ് ഇപ്പോൾ സഞ്ജു ടെക്കി എത്തുന്നത്. മാനം മര്യാദയ്ക്ക് ഞാൻ പേഴ്സണലായിട്ട് ഇയാളുടെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. പേഴ്സണലായിട്ട് വീഡിയോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ അവസാനം വന്ന വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ, എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ശൈലിയൊക്കെ എനിക്കൊന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. പേഴ്സണലായിട്ട് ഞാൻ ഇയാളുടെ വീഡിയോ ഒന്ന് കണ്ടിട്ടില്ല. ഇത്തരത്തിലുള്ള വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ കാണാറില്ല. ഞാൻ കാണുന്നത് M4ടെക്കിൻ്റെ വീഡിയോ കാണും. നല്ല ഭംഗിയായിട്ടാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. നിയമപരമായിട്ട് നിയമത്തിനകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് പുള്ളിക്കാരൻ നല്ല രസകരമായിട്ട് വീഡിയോ ചെയ്യും. ഇതുപോലെ റോഡിലൊന്നും പുള്ളിക്കാരൻ വീഡിയോ കൊണ്ട് ഇറങ്ങാറില്ല. പിന്നെ നല്ല പരീക്ഷണങ്ങളാണ് പുള്ളി നടത്തുന്നത്. പിന്നെ നാടൻ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അവന്മാരുടെ വീഡിയോ കാണുമല്ല. അവന്മാരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് കള്ളെടുത്തിട്ട് അതിനകത്ത് പല കാര്യങ്ങളും മിക്സ് ചെയ്ത് അടിക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. ഈ കള്ളിനകത്ത് കരിക്ക് മിക്സ് ചെയ്യുക, കള്ളിനകത്ത് പെപ്സി മിക്സ് ചെയ്യുക, കൊക്കക്കോള മിക്സ് ചെയ്യുക, അങ്ങനെ മിക്സ് ചെയ്ത് അവസാനം നമ്മുടെ എക്സൈസ് വീട്ടിൽ വന്നപ്പോൾ അവിടെ വാറ്റ് അങ്ങനെ കണ്ടുപിടിച്ച് അവനെ തട്ടി തോളി കയറ്റി നേരെ ജയിലിൽ കൊണ്ടിട്ട് അവസാനം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം ഇവൻ ജയിലിനകത്ത് എന്തൊക്കെയാണ് വിഷയങ്ങൾ, ജയിലിനകത്ത് എങ്ങനെയാണ്, ജയിലിൽ നല്ല നടപ്പെന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ ഒരു വ്ളോഗിങ് ചാനലായി നാടൻ ബ്ലോഗേഴ്സ് മാറി. ഇപ്പോൾ കള്ളും പെപ്സിയൊന്നുമല്ല മിക്സ് ചെയ്യുന്നത് വേറെ പല കാര്യങ്ങളാണ്. നമുക്ക് കരിക്കും കൊക്കക്കോളയും മിക്സ് ചെയ്ത് കുടിച്ചാലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരൻ വരുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അതുകൊണ്ട് വ്ളോഗർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം. നിയമം അറിയില്ല എന്നുള്ളത് നിയമലംഘനം നടത്താനുള്ള ലൈസൻസ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദയവേത് സഞ്ജു ടെക്കിയുടെ ഗതി വരുത്തരുത്. ആജീവനാന്തം ലൈസൻസ് കട്ട് ചെയ്യുക പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്ത കേസാണ്. രണ്ടാമത്തെ കാര്യം, വണ്ടി വെളിയിൽ ഇറക്കാം, പക്ഷേ 20 കിലോമീറ്റർ താഴെ സ്പീഡിൽ ഓട്ടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ സഞ്ജു ടെക്കിക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മൾ 6-8 കയ്യിൽ ഒരു സ്കൂട്ടർ ഇരിപ്പുണ്ട്, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. ആ സ്കൂട്ടർ വാങ്ങിച്ച് ഓട്ടിച്ചു. അതാകുമ്പോൾ 20 അല്ല 15 കിലോമീറ്റർ താഴെ പോകും. പക്ഷേ
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.